ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പാസ്തയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അതിനു മുന്നായിട്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്നാൽ മാത്രമേ ഇതേപോലുള്ള ഈസി റെസിപ്പീസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് നമുക്ക് ആദ്യമേ പാസ്ത, അതായത് ഞാൻ എൽബോ ഷേപ്പിലുള്ള പാസ്തയാണ് ഞാൻ എടുക്കുന്നത്. അത് നന്നായിട്ട് പാകത്തിന് വേവിച്ചെടുക്കണം. ഒട്ടും തന്നെ വേവിച്ച് ഉടഞ്ഞു പോകരുത്. ഇതേപോലെ നമുക്ക് വേവിച്ച് മാറ്റി വയ്ക്കാം. അല്പം എണ്ണ തൂവി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പശപ്പ് ഒന്നും ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് ആവശ്യമായ എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും കുറച്ച് ബീൻസും ഒണിയനും മാത്രമാണ്. നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം, അതുപോലെ മഷ്റൂം ആഡ് ചെയ്യാം, അതുപോലെ കോൺ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഗാർലിക് ചോപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒണിയൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വെജിറ്റബിൾസും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് ആദ്യമേ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നന്നായി ചൂടായതിന് ശേഷം ഗാർലിക്ക് നമുക്ക് ഒരു 5 വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് ഒരു ചെറിയൊരു ഓണിയനും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത് വെജിറ്റബിൾ ആണെങ്കിലും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ഓവർ കുക്കൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് ഒരല്പം കൂടി ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാകും. നമ്മളിവിടെ വെജ് ആൽഫ്രെഡോ പാസ്തയാണ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രോൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഞാൻ വിചാരിച്ചു വെജിറ്റേറിയൻസിന് വേണ്ടിയും കൂടി നമുക്കൊന്ന് തയ്യാറാക്കിയാലോ എന്ന്. ഇത്രയും സോട്ട് ചെയ്ത് നമുക്കൊന്ന് ആ വെജിറ്റബിൾ മാറ്റി വയ്ക്കാം. ആ സെയിം വെജിറ്റബിൾ വെച്ച പാനിലേക്ക് തന്നെ മെൽറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ക്രീമൊന്നുമില്ല, അതായത് അമൂലിൻ്റെയോ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമൊന്നുമില്ലാതെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പാസ്ത, ആൽഫ്രെഡോ പാസ്തയുടെ സൂപ്പർ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മൈദയും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ആ പച്ചപ്പൊക്കെ മൈദയുടെ മാറിയതിന് ശേഷം നമുക്ക് പശുവിൻ പാലാണ്, ഒരു പാക്കറ്റ് 500 ml അല്ലേ, അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്ത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇത് ശരിക്കും മൈദ നന്നായിട്ട് തിക്കായിട്ട് വരും, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരും. ഞാൻ ആ സമയത്തൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരി എല്ലാം മാറിക്കിട്ടും. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തെടുത്തത്. നന്നായിട്ട് കുക്കായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഇതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ക്രീം ഒന്നും ഇല്ലയെന്ന് വിചാരിച്ച് നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ ഒട്ടും നമ്മൾ വിഷമിക്കേണ്ട. നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നന്നായി ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല അസൽ സ്മെല്ല് വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം സ്ലൈസ് ചെയ്ത ചീസ് ഉണ്ടാവുമല്ലോ നമ്മൾ ബർഗറിലേക്ക് ആഡ് ചെയ്യുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതിലേക്ക് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെജ് ആൽഫ്രെഡോ പാസ്തയുടെ റെസിപ്പിയാണ്. മസ്റ്റായിട്ടും വീട്ടിലുണ്ടാക്കിയൊക്കെ നോക്കണം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ ഡിന്നറിനൊക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ക്രീമും ചീസും ഒന്നുമില്ലാതെ എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് നല്ലൊരു ആൽഫ്രെഡോ പാസ്ത ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. എങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.